കോഴിക്കോട് അതാ. എന്തായിരുന്നു? അത് അതിന് ഒരു പോസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, കൊയിലാണ്ടി കേസിന്റെ. അപ്പൊ പോലീസുകാര് മറുപടി തന്നിട്ടില്ലായിരുന്നു, ഒന്നുകൊണ്ടും പേടിക്കണില്ല എന്നുള്ള കാര്യം. ഇല്ല, പോലീസുകാർ അവനൊന്നും ചെയ്യൂല എന്നാ പറയുന്നത്. ഒന്നും ചെയ്യില്ല എന്നാണ് പറഞ്ഞത്. അതെ. അവനോട് കോഴിക്കോട് കാലത്തിട്ട് നേരെ ഈ വിളിച്ച നമ്പറോട്ട് വരാൻ പറ. സഹോദര, ഓൻ ഇവിടെ എത്തിയാലേ ഓൻ ഇവിടുന്ന് പോകണോ വേണ്ടിയോന്ന് ഞാൻ തീരുമാനിക്കും. സഹോദരൻ ടെൻഷൻ ആവണ്ട. അല്ല, അതുകൊണ്ടല്ല, കോഴിക്കോട് കാലത്തിട്ട് ഒരുത്തനും ഇവിടുന്ന് പോകാൻ പാടില്ല. അത് അതുകൊണ്ട് വിളിച്ചതാ. അങ്ങനെ പോവൂല. അതാണ് കൊല്ല കോഴിക്കോട്ടർ എന്താന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് താത്തനെ വിളിച്ചിട്ട് ചോദിച്ചത്, എന്താണ് താത്ത കാര്യം. അല്ല, ഓന് മുമ്പൊരു മരിച്ചുപോയ ജിഷ ഉണ്ടല്ലോ, ആ ജിഷയുടെ അവസ്ഥയിൽ എന്നെ ആക്കിയതിന് ശേഷം അവൻ എന്നെ വെട്ടി. അവന്റെ വോയിസ് നിങ്ങൾ കേട്ടു എന്ന് വിചാരിക്കുന്നു ഞാൻ, ഇല്ലെങ്കിൽ വോയിസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പറയുന്ന ഒരുത്തന് ഈ എൻ്റെ വീടിന്റെ കോമ്പൗണ്ട് കയറിയിട്ട് തിരിച്ച് ജീവനോട് അവൻ പോവുകയാണെങ്കിൽ പിന്നെ ഞാൻ ഒറ്റ തന്തക്ക് പിറന്നതാണെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ട് കാര്യമല്ലാണ്ടായി പോവും. അതുകൊണ്ട് കോഴിക്കോടുകാരെ നിങ്ങൾ നോക്കണ്ട, ഞാൻ തന്നെ കൊടുത്തോളൂ അവന്. എന്താ അറിയോ, ഞാൻ കുറെ ആയിട്ട് ഇതിങ്ങനെ കേൾക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പിന്നെ അതൊരു ലേഡിയാണ്, പ്രായമുള്ള ചേച്ചിയാണ്. അപ്പൊ നമ്മള് ഇത് എന്തെങ്കിലും കാരണം തക്കതായ റീസൺ ഉണ്ടായിരിക്കണം ഒരാള് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ. അപ്പൊ അതില് ലാസ്റ്റ് കിട്ടിയപ്പോ ഇതാണ് കിട്ടിയത്, ഒരു വെല്ലുവിളിയായിട്ട് കിട്ടി. അല്ല, ഇവര് കൊറേ ആയി പറയും നീ കാല് വെട്ടും, കൈ വെട്ടും, തല വെട്ടും. ഞാൻ എന്താ വായക്കൊലയോ? എനിക്ക് അതാ മനസ്സിലാവാത്ത. ഇവര് വെട്ടും 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 എന്ന് പറഞ്ഞ് പേടിപ്പിക്കാൻ മാത്രം എന്തേത്തുവാണിത്? ഞാൻ പറഞ്ഞിട്ട് ഞാൻ ലൊക്കേഷൻ കറക്റ്റ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ. ഒരു പെണ്ണും ഉണ്ട് ഇതില്, ഓള് പത്തനംതിട്ടക്കാരി. ഒന്ന് ഊതിയ പറന്നു പോകുന്ന ഒരു സാധനം. അവൾ അഞ്ഞ തല്ലാൻ വരുമെന്ന് പറഞ്ഞത്. എൻ്റെ മോനോട് ഒരടി കിട്ടിയാൽ ഓളവിടെ ഷിറ്റിട്ട് പോവും. അങ്ങനത്തെ ഒരു പെണ്ണ്. അല്ല, പറഞ്ഞ വർത്താനം കേട്ടപ്പോ എനിക്ക് ഒളിഞ്ഞിങ്ങനെ വന്നു. പിന്നെ അവന്റെ നമ്പർ നേരത്തെ നമ്പർ സേവ് വെച്ചിട്ടുണ്ട്. അവനെന്ന് രാത്രിയാണല്ലേ. ഏതായാലും എനിക്ക് ഞാൻ പോലും അറിയാതെ ഇതുപോലും കുറെ സഹോദരന്മാരുണ്ടല്ലോ, അതെന്നെ ഭയങ്കര സന്തോഷം. ഞാൻ കാണുന്നുണ്ട് ഇത്, പക്ഷെ റിയാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് കാണില്ല, നമ്പർ റിയാക്ട് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. അതാണ് ഞാന് നേരെ ഇങ്ങോട്ട് വിളിച്ചത്. അപ്പൊ നമ്പർ കൊടുത്തതുകൊണ്ട് കിട്ടിയതിനായിട്ട് വിളിച്ചത്. മെസ്സേജ് അയക്കേണ്ടി വന്നേനെ. അല്ല, ഞാൻ ഇപ്പോഴും ഉറപ്പ് പറയാണ്, കോഴിക്കോട് വന്നിട്ട് അവനോ അവളോ ആരായാലും ആയിക്കോട്ടെ, എനിക്കുണ്ടൊരു കമ്പനിക്കാരി അശ്വതി, അവിടെ വിളിച്ചാൽ മതി. ഒറ്റ നല്ല വണ്ടി, ഒരൊറ്റടിക്ക് പിന്നെ അവിടെ നിന്ന് പറഞ്ഞ ഞങ്ങളെ കാര്യം അവിടെ തീർപ്പാക്കി തരും. അനിയത്തി ബോക്സറാണ്. അനിയത്തി സ്വന്തം എന്റെ ഒരു അനിയത്തിന്റെ എളപ്പന്റെ മോളാ, ബോക്സറാണ്. ഓളെ ഇടിച്ചു പിടിച്ചോളയില്. ഇല്ല, മക്കള് കളരിയൊക്കെ പഠിച്ചവരാണ്, അതുകൊണ്ട് എനിക്ക് ടെൻഷൻ ഇല്ല. ഇവിടെ കളരിന്റെ ആൾക്കാരൊക്കെ നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് കളരി മർമ്മ ചികിത്സ എന്ന് പറഞ്ഞിട്ട് പഠിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ്. ഒന്നൊച്ചിട്ടാ മതി, അവര് വന്ന് മർമ്മം നോക്കി കുത്തിയ ഇവരെന്ത് ചെയ്യാനാ? ഇവർക്ക് എന്ത് പറ്റൂ? ഈ പറയുന്ന നാവ് കൊണ്ട് മാത്രമേ സംസാരിക്കാനാവുള്ളൂ ആ സമയത്ത്. പ്രൊട്ടക്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ്, നാട്ടുകാർ അത്രയും സഹകരണമുള്ള ഒരു സ്ഥലത്താണ്. അതുകൊണ്ട് സഹോദരൻ ടെൻഷൻ ആവണ്ട, ഇത് ഞാൻ തന്നെ നോക്കിക്കോളാം. ഞാൻ കാത്തിരിക്കുക മണിക്കൂറുകളും നായികകളും നോക്കി വരുന്നോന്ന്. വന്ന് കിട്ടിയ പിന്നെ നിങ്ങൾക്കൊക്കെ കേൾക്കാം നല്ലൊരു ന്യൂസ്. മർമ്മം നോക്കി കൊടുക്കും, അല്ലാണ്ട് വെറുതെ ഇട്ടിട്ട് കാര്യമില്ല. ഏയ്, വെറുതെ വിടാനോ ഞാനോ? ഒരിക്കലും ഇല്ല.
അപ്പൊ ഏതായാലും ഇങ്ങനെ ഒരു സഹോദരൻ വിളിച്ച് എന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ തന്നെ ഭയങ്കര ഒരു സന്തോഷം. ഓക്കേടാ എന്നാല്. ഓ ആയിക്കോട്ടെടാ, എന്നാ ശരിടാ.